നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് കഴിഞ്ഞ തവണ TDPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 175-ൽ 151 സീറ്റുമായാണ് അധികാരത്തിലേക്ക് എത്തിയത്. YSR കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം വരുന്ന നിയമസഭാ സാമാജികരെയും കൃത്യമായി അവരുമായി അടുപ്പം കാത്തു സൂക്ഷിക്കാൻ അവിടെ YS ശർമിളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ. പക്ഷേ അവർ ജഗൻമോഹൻ റെഡ്ഡിയുമായി തെറ്റിപ്പിണങ്ങി തെലങ്കാനയിലേക്ക് പോയപ്പോൾ രാഷ്ട്രീയവാദങ്ങളെല്ലാം തന്നെ മാറിമറിയുകയും ജഗൻമോഹൻ റെഡ്ഡി സ്വന്തം അമ്മയെ വരെ പാർട്ടിയിൽ നിന്നും അടിച്ചു ദൂരെ കളയുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഏകാധിപതിയെ പോലെ ആന്ധ്ര ഭരിക്കുന്നു എന്ന രീതിയിൽ ജഗൻമോഹൻ റെഡ്ഡി അവിടെ എല്ലാ രീതിയിലും തൻ്റെ പരിധിയിലാക്കാനുള്ള തത്രപ്പാടും ശ്രമങ്ങളും ഒക്കെ ആയിരുന്നു. ഏതായാലും YS രാജശേഖര റെഡ്ഡിയുടെ പിൻഗാമിയാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കാൻ വരട്ടെ എന്നാണ് YS ശർമിള ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. YS രാജശേഖര റെഡ്ഡിയുടെ മകൾ തന്നെയാണ് താനും. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നീക്കമായിരിക്കും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഇത്തവണ നടത്തുക. YSRന്റെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് തിരികെ വരണം എന്നാണ് ശർമിള പറയുന്നത്. ശർമിളയ്ക്ക് കോൺഗ്രസിനകത്ത് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ കൃത്യമായ നടപടിയെടുക്കുന്നതും അതുപോലെ തന്നെ ബൂത്ത് തലത്തിൽ വരെ എല്ലാ തരത്തിലുള്ള അഴിച്ചുപണി നടത്തുന്നതിനും ഒക്കെ അവർ മുഖ്യമായി ഫീൽഡിൽ ഇറങ്ങി തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഫലമായി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ പറയുന്നതാണ് അന്തിമ വാക്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒരു കാര്യം അറിയാം, തൻ്റെ സഹോദരിയെ നേരിടുക അത്ര എളുപ്പമല്ല. അവിടെ ഇമോഷണൽ കാര്യം കൂടി കടന്നു വരും എന്നുള്ളതറിയാം. YS രാജശേഖര റെഡ്ഡിയുടെ ലെഗസി, അതായത് പാരമ്പര്യം തനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന് ജഗൻമോഹൻ റെഡ്ഡിക്ക് കൃത്യമായി അറിയാം. നമുക്കൊരു കാര്യം അറിയാവുന്നതാണ്, TDPയുടെ മുന്നേറ്റത്തെ തടുക്കാൻ YS രാജശേഖര റെഡ്ഡി നടത്തിയ ഒരു വലിയ യാത്രയുണ്ട്. കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് കാതലായ കാരണവും സംഭാവനയും നൽകിയ യാത്ര. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ട്. അവിടെ ജഗൻമോഹൻ റെഡ്ഡി ഇത്തരത്തിൽ വലിയ ഗിമിക്കുകൾ കാണിക്കുമ്പോൾ ശർമിള ഒന്ന് മാത്രമാണ് ജനതയോട് പറയുന്നത്, നിങ്ങൾക്ക് ജഗൻമോഹൻ റെഡ്ഡി എന്തൊക്കെയാണ് തന്നത് അത് എല്ലാം തന്നെ കൃത്യമായും YSRനോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ജയിപ്പിച്ചത്. എന്നാൽ അദ്ദേഹം വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്. അതിന് ജനം മറുപടി പറയുക തന്നെ ചെയ്യും, കാലം മറുപടി പറയും. ആ മറുപടി ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത്. YS രാജശേഖര റെഡ്ഡിയുടെ മകന് ഒരു രീതിയിലും ദയ അർഹിക്കുന്നില്ല എന്ന രീതിയിലാണ് ശർമിളയുടെ ഓരോ കുത്തുവാക്കുകളും ശാപവാക്കുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ജഗൻമോഹൻ റെഡ്ഡിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് എടുത്തു പറയേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ജയിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഗ്രസും TDPയും കൂടെ തന്നെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയല്ലേ എന്നായിരുന്നു മറുപടി. അതെ, അതിനുവേണ്ടി തന്നെയാണ് YS ശർമിളയുടെ ശ്രമം എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട.